അമ്മായി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ സുഖമി അമ്മയും കൂടെ ഇപ്പോൾ പോണത് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അമ്മക്കൊരു കോൾഡും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലാണ് പോണത്, പറവൂർ. അവിടെയാണ് കാണിക്കുന്നത്. ഞാനും അതെ, സുക്കുമി അതെ, അമ്മ അതെ. എന്തെങ്കിലും വയ്യായി വരുമ്പോൾ നമ്മൾ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലാണ് പോണത്. അപ്പോൾ രാവിലെ 9:30 മണിയായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഡോക്ടർ ഒരു കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 11 ഒക്കെ ആവും. അപ്പോഴേക്കും നമുക്ക് ഹോസ്പിറ്റലിൽ എത്താമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോണത്. ഒരു 15 മിനിറ്റ്സാണ് നമുക്ക് അവിടം വരെ ട്രാവൽ ചെയ്ത് എത്താനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളത് ആ ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനെ സുക്കുമിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അമ്മേനും മുന്നേ ഇറങ്ങണം കേട്ടോ. ആ ഡോർ തുറക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് അവൻ ആദ്യം ചാടി ഇറങ്ങിയത്. അപ്പോൾ അവൻ്റെ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ നമ്മളൊക്കെ ഇറങ്ങാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ ആൾ. അങ്ങനെ രാവിലെ ടെലി ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 22 നമ്പർ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണുന്നതിന് മുന്നേ നമ്മൾ ടോക്കൺ നമ്പർ എടുക്കണം. അപ്പോൾ റിസപ്ഷനിലേക്ക് അതാ പോണേണ്. റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ആ ടോക്കൺ നമ്പർ വാങ്ങിച്ചിട്ട് ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷന് മുന്നേ നമുക്ക് കുറച്ച് പ്രീ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രഷർ ചെക്ക് ചെയ്യും, പിന്നെ ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ഇതൊക്കെ നമുക്ക് നോക്കും. അപ്പോൾ അന്ന് അത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് കാണുന്നത്. അങ്ങനെ അതാ നമ്മൾ നടന്ന് ലിഫ്റ്റിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ 4th ഫ്ലോറിലാണ് ക്യാൻറ്റീൻ. അപ്പോൾ ലിഫ്റ്റ് എത്തി. നമ്മളപ്പോൾ ലിഫ്റ്റിൽ കയറി പോകാൻ പോകട്ടോ. സുക്കുമി ഇപ്പോൾ ആദ്യമേ ചാടി കയറാൻ വേണ്ടി നോക്കണേ കാണുന്നത്. അമ്മക്കാണെങ്കിൽ ലിഫ്റ്റ് പേടിയാണ്. അപ്പോൾ അതേ അമ്മയാണെന്നുണ്ടെങ്കിൽ കയറിയപ്പോൾ തന്നെ അവനെ വിളിക്കണട്ടെ ഹെൽപ്പിന്, പിടിക്കാൻ വേണ്ടിയിട്ട്, കൈ പിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ സുക്കുമിയാണെന്നുണ്ടെങ്കിൽ സൈക്കോത്തേൽ ഇറക്കി തുടങ്ങി. അമ്മക്ക് പേടിയായപ്പോൾ ഇവൻ പേടി എന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കാനായിട്ടേ കാണുന്നത്. അപ്പോൾ ലിഫ്റ്റാണെന്നുണ്ടെങ്കിൽ അനങ്ങുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവനാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മളത് ആ ലിഫ്റ്റ് ഇപ്പോൾ തന്നെ എത്താറായി. അങ്ങനെ നമ്മളത് ക്യാൻറ്റീനിൽ 4th ഫ്ലോറിലാണ് ക്യാൻറ്റീൻ. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങാറായിട്ടാണ്. നമ്മളത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. സുക്കുമി അതാ തുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്കാൻ പോണേണ്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. അപ്പോൾ ക്യാൻറ്റീൻ്റെ സൈഡിൽ തന്നെ ഒരു കട കണ്ടപ്പോൾ സുക്കുമി അതെ എനിക്ക് ചോക്ലേറ്റ് വേണമെന്നുണ്ട് അങ്ങോട്ട് കയറാൻ പോയപ്പോൾ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റണമായിട്ട് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾക്കത് ഫുഡ് കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനാണ്. അപ്പോൾ സുക്കുമിയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ലോലിപോപ്പ് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ ഞാൻ കഴിക്കുന്നേക്കാളും മുന്നേ പോയിട്ട് ആൾക്ക് ലോലിപോപ്പ് വാങ്ങിച്ച് കൊടുത്ത് അങ്ങനെ ലോലിപോപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ട് സുക്കുമി ഇരിക്കാനാണ്, കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് കഴിച്ചാൽ മതി എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു പ്ലേ ഏരിയ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2-3 വട്ടം പോയപ്പോൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ ഏകദേശം ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ സുക്കുമയാൻ തന്നെ അവിടെ പോയിട്ട് ഫിഷിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫിഷിനെയും കണ്ട് അത് കുറച്ച് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ കാണുന്നത്.
ഡോക്ടറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളത് കളിയൊക്കെ കഴിഞ്ഞിട്ട് സുക്കുമ്മി പാർക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങളത് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ സുക്കുമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അടങ്ങിയിരിക്കാൻ പറ്റണില്ല ആൾക്ക്, അങ്ങനത്തെ അസുഖമുണ്ട്. അപ്പോൾ അത് കാരണം കുഞ്ഞുളച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അമ്മേനോട് എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ കാണുന്നത്. തനിയെ സെൽഫി എടുക്കണതാണ് ഈ കാണുന്നത്. പക്ഷെ എത്ര അങ്ങനെ ശ്രമിച്ചിട്ട് ശരിയാവണില്ല. ഓക്കെ, ഇപ്പോൾ ശരി. അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാത്ത അസ്കത ഉള്ളതുകൊണ്ട് ഒരു ചോക്ലേറ്റും വാങ്ങിച്ച് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അത് കഴിച്ചിട്ട് പിന്നെ തുടങ്ങി ചാട്ടം. ഇത്രയൊക്കെ ചെയ്തിട്ട് സുക്കുമ്മയുടെ ബോറടി മാറിയില്ല. അത് കഴിഞ്ഞ് സുക്കുമ്മ അതാ വേറൊരു പരിപാടി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു.